ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച മലയാളം ഉൾപ്പെടെ തമിഴ് ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. കൃഷാന്ത് തിരക്കഥ സംവിധാനം ചെയ്യുന്ന മസ്തിഷ്ക മരണം എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രത്തിൽ രജിഷ വിജയൻ, നിരഞ്ജൻ മണിയമ്പിള്ള രാജു, ദിവ്യപ്രഭ, ജഗദീഷ്, സുരേഷ് കൃഷ്ണ, നന്ദു, രാഹുൽ രാജഗോപാൽ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. പ്രയാഗ് മുകുന്ദൻ സിനിമാറ്റോഗ്രാഫിയും അരുൺ വർഗീസ് സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. വിനായക പ്രൊഡക്ഷൻസിന്റെ പാനലിൽ വിനായക, അജിത്ത്, കൃഷാന്ത് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നാളെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുന്ന മലയാള സിനിമയാണ് ട്രിപ്പിൾ കെ അഥവാ 3 രാജ. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, മ്യൂസിക് എന്നിവ ചെയ്തിരിക്കുന്നത് ഷൈജു പാറത്തളത്തിലാണ്. രാഷ്ട്രീയ നേതാവും മുൻ MLA-യുമായിരുന്ന PC ജോർജ് ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പൃഥ്വിരാജ് നായകനായ താന്തോന്തി എന്ന സിനിമയുടെ സംവിധായകൻ ജോർജ് വർഗീസ് സംവിധാനം ചെയ്യുന്ന ICU എന്ന സിനിമ നാളെ തിയേറ്ററെടുക്കുകയാണ്. ബിപിൻ ജോർജ്, ബാബുരാജ്, വിസ്മയ, മുരളി ഗോപി, ശ്രീകാന്ത് മുരളി, മീര വാസുദേവ്, നവാസ് വള്ളിക്കുന്ന് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് സന്തോഷ് കുമാറാണ്. ഛായാഗ്രഹണം C ലോകനാഥൻ, എഡിറ്റിംഗ് ലിജോ പോൾ. ജോസ് ഫ്രാങ്ക്ലിനാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഗിന്നസ് പക്കൂർ പ്രധാന താരമാകുന്ന പ്രിയപുത്രൻ എന്ന സിനിമ നാളെ തിയേറ്ററെടുക്കുകയാണ്. H മഞ്ജുനാഥ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഡോക്ടർ സുരേഷാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചന്ദ്രന്ന BB DOPയും സൗന്ദർരാജ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ദീനയാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. നാളെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 5ാമത്തെ മലയാള സിനിമയാണ് ഇനിയും. ജീവ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ അഷ്കർ സൗദാൻ, കൈലാഷ്, രാഹുൽ മാധവ്, റിയാസ് ഖാൻ, ശിവജി ഗുരുവായൂർ, ദേവൻ, സ്ഫടികൻ ജോർജ്, വിജി തമ്പി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സുധീർ സിബി തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കനകരാജാണ്. എഡിറ്റിംഗ് രഞ്ജിത്തും സംഗീത സംവിധാനം മോഹൻ സിതാരയുമാണ് നിർവഹിച്ചിട്ടുള്ളത്. നാളെ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന 6ാമത്തെ മലയാള സിനിമയാണ് എൻ്റെ ജീവിത നൊമ്പരം. രാജൻ ശ്രീധരൻ, മനു വി കുമാർ എന്നിങ്ങനെ 2 പേരാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മധു, വിഷ്ണു കാർത്തിക്, പ്രിയങ്ക ചന്ദ്രൻ, പർവണ DJ, രേഷ്മ മിഥുൻ, രാധാകൃഷ്ണൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ആഴി എന്ന തമിഴ് സിനിമ നാളെ വെള്ളിയാഴ്ച തിയേറ്ററെത്തുന്നുണ്ട്. ചിത്രം തിരക്കഥ സംവിധാനം ചെയ്തിരിക്കുന്നത് മാധവ രാമദാസാണ്. ഇന്ദ്രജിത്ത്, ജഗജിത്ത്, ശരത് കുമാർ, ദേവിക സതീഷ് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. മലയാളിയായ ജാസി ഗിഫ്റ്റാണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. തളപതി വിജയന്റെ തെറി എന്ന സിനിമയുടെ റിലീസും നാളെ ഉണ്ടാകും. നേരത്തെ തെറിയുടെ റിലീസിംഗ് പല പ്രാവശ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ആറ്റ്ലി തിരക്കഥ സംവിധാനം ചെയ്ത് 2016 തിയേറ്ററെടുത്ത ഈ സിനിമയിൽ സാമന്ത റൂത്ത്, ആമി ജാക്സൺ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഇനി വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, വിജേഷ് പാണത്തോട് സംവിധാനം ചെയ്ത പ്രകമ്പനം എന്ന സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 27 ദിവസം കൊണ്ട് കേരളത്തിൽ 14,22,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 22 കോടിയിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന താരങ്ങളായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30-ന് തിയേറ്ററിലെത്തിയ വലതുവശത്തെ കള്ളൻ എന്ന സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 27 ദിവസം കൊണ്ട് കേരളത്തിൽ 5,92,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും 10 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 20 ദിവസം കൊണ്ട് കേരളത്തിൽ 3,21,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജയറാം നായകനായി D പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6-ന് തിയേറ്ററിലെത്തിയ ആശകൾ 1000 എന്ന സിനിമ 20 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് 7,15,00,000 രൂപയാണ്. സിനിമയുടെ 20 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 10,75,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അഭിരാവ് മീനാവേല സംവിധാനം ചെയ്ത് ജനുവരി 30-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് മർദാനി 3. റാണി മുഖർജി, ജാനകി ബോഡിവാല, മല്ലിക പ്രസാദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 27 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 58,69,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.58 മില്യൺ, അതായത് 14,40,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 60 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി 72,69,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13-ന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഷാഹിദ് കപൂർ, ടിപ്പി ടൊമി, നാന പട്ടേക്കർ, തമന്ന ഭാട്ടിയ, ദിഷ പട്ടാണി, ഫരീദ ജലാൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ 13 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 78,51,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $2.59 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 23,85,00,000 രൂപ. 125 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ 102,36,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.